ഹായ് ഗായ്സ്, നമ്മുടെ ഹനുമാൻ ഗായിൻ്റെ വീണ്ടും പുതിയ പുളി സാധനമായിട്ട് എത്തിയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്ത് എല്ലാവരും ഈ പാട്ടിനെ എടുത്ത് പൊക്കി 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 വാനോളം പുകഴ്ത്തുന്നുണ്ട്. അതിൻ്റെ മെയിൻ കാരണം അതിൻ്റെ ആ ഒരു ലൂപ്പാണ്. ലൂപ്പ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഹിറ്റായിട്ടുള്ളൊരു തമിഴ് പാട്ടില്ലേ, നളന്താന നളന്താന, നമ്മുടെ സിംബു, പിന്നെ മറ്റേ ഹിന്ദി നടിയൊക്കെ തകർത്ത പാട്ട്. ആ പാട്ടിൻ്റെ ലൂപ്പാണ് ഇതിൻ്റെ അത് കിടക്കണത്. അത് ആർക്കും മനസ്സിലാവത്തില്ല എന്ന് വിചാരിക്കേണ്ട, എനിക്ക് മനസ്സിലായി. അത് ഞാൻ ഇപ്പോൾ റിവീൽ ചെയ്യുന്നതാണ്. അതിൻ്റെ ലൂപ്പാണ്. ഞാൻ എവിടെ വേണമെങ്കിലും വന്ന് പറയാൻ റെഡിയാണ്. മോഷണം അത് ഹിറ്റ് പാട്ടിനെ മോഷ്ടിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. പടം ഹിറ്റാവും, പാട്ട് ഹിറ്റാവും, എല്ലാം ഹിറ്റാവും. പാട്ട് ഹിറ്റായിട്ടുണ്ട് എന്താണെങ്കിലും. ഇതിൻ്റെ അത് പാട്ട് ഹിറ്റാനുള്ള മെയിൻ കാര്യം അവൻ്റെ റാപ്പിങ്ങിൻ്റെ സ്പീഡ് അന്യം തന്നെ. വെറുതെ റിവ്യൂ കേട്ടിട്ട് മതിയായി. പിന്നെ യൂട്യൂബിൽ ആൾക്കാർ റിവ്യൂ ചെയ്യാൻ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തായാലും പാട്ട് കൊള്ളാം, വേറെ ലെവലാട്ടോ, കൊള്ളാം. എന്ത് സ്പീഡാണ് പുള്ളിക്കാരൻ്റെ ആ ഒരു അപ്പിയറൻസിന് പറ്റിയ ഒരു പാട്ട്. എന്ത് സിനിമാറ്റിക് സ്റ്റൈലിലായിട്ട് ചെയ്ത് വെച്ചേക്കണം. അവൻ തന്നെ ചെയ്തേക്കണം. ഫസ്റ്റ് പാട്ട് ചെയ്തേക്കണം, ആ ഡയറക്ടറിനെ ചെയ്തേക്കണം. കൊള്ളാം, നല്ല കഴിവുള്ളവനാണ്. ആൾക്കാർ ഇറക്കിയേക്കണതുണ്ട്, കുറച്ച് കാശ് പൊട്ടിച്ചിട്ടുണ്ട്. ഇപ്പൊ വന്ന ചെറിയൊരു ആൽബം സോങ് ആണെങ്കിൽ പോലും നല്ല രീതിയിൽ ഒരു ഫണ്ട് ഇറക്കിയിട്ടാണ് ചെയ്യണം കേട്ടോ. ഒരു രക്ഷയില്ല, സിനിമ പറ്റൂ. ഇതിൻ്റെ ഈ പാട്ടിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യയിലെ കുറച്ച് സ്റ്റേറ്റുകളിലെ കൾച്ചറുകൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ഈ പാട്ടിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഒട്ടുമിക്ക സിഖുകാരുടെയൊക്കെ സ്റ്റണ്ട് കാണാം കുതിരമേളിലേക്ക് എത്തും. ആ സംഭവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ കിളി പോവും. ഫോറിനേഴ്സിൻ്റെയൊക്കെ ചെറുതായിട്ട് കിളിയൊക്കെ പോയിട്ടിരിക്കുകയാണ്. അതൊന്നും ഇപ്പോഴും കൂട്ടി കയറിയിട്ടില്ല. എന്തായാലും എൻ്റെ കിളിയൊന്നും അത്ര പോയിട്ടില്ല, എന്നാലും കൊള്ളാം. എൻ്റെ പാട്ട് വെച്ച് നോക്കണമെങ്കിൽ അത്യാവശ്യം ആ ഒരു സ്റ്റൈലൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് 8 താഴെ കൊടുക്കാം. അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. ഗരുഡൻ പറവ, പല ആൾക്കാരുടെ കമന്റിൽ ഞാൻ കണ്ടതാണ്. ഗരുഡൻ പറവ കൊള്ളാം. ആ തീമൊക്കെ ഇതിൻ്റെ അത് കൊണ്ടുവന്ന് വേൾഡ് വൈഡ് കാണിക്കാന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ കളിയൊന്നുമല്ല. പാട്ട് ഹിറ്റും കൂടി ആവണം. അതാണ്, പാട്ട് ഹിറ്റായില്ലെങ്കിൽ ഇത്രയും ചെയ്തേക്ക വെറുതെ. ഇവൻ്റെ ആ നോട്ടം കാണുമ്പോൾ എനിക്ക് മറ്റേ റൈഫിൾ ക്ലബിലെ ഇവിടെ ആണുങ്ങളാരും ഇല്ലേ എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ, ആ സംഭവം ഇപ്പോഴും മനസ്സിൽ പോയിട്ടില്ല. ഈ സൈഡിലാണ് ഒട്ടുമിക്ക ആൾക്കാരും പോസ് ചെയ്തിട്ടുള്ളത്. യൂട്യൂബിൽ വീഡിയോ എടുത്ത് നോക്കിയറിയാം. വാട്ട് ദ ഹെൽ എന്നൊക്കെ ചോദിച്ചിട്ട് സ്റ്റക്കായിട്ടൊക്കെയാണ് ഫോറിനേഴ്സ്. പുള്ളിക്കാരൻ്റെ ഈ പാട്ടിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാട്ടിൻ്റെ എന്നല്ല, പുള്ളിക്കാരൻ്റെ ഇപ്പോൾ ഈ ഇറങ്ങിയ 2 ആൽബത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റണ്ടുകൾ, പിന്നെ കിണ്ണൻ റാപ്പിങ്, ഫാസ്റ്റ് റാപ്പിങ്, വെറുതെ കല 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 കല. നമ്മുടെ പാട്ടൊക്കെ വന്നിട്ട് ഒന്ന് കാണൂട്ടല്ലാരും. Now we go from angry and mad to happy and glad to find us a us. We go from sorry and sad to ready to grab a weapon to punch. I want the money, the cash, the mood of the bag, the kind of the jug. We want the freedom to live and the freedom to have the things but bruh. So what are we like it? I can point it down, someone's that better settle down. അവൻ ശരിക്ക് അവൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ, റാപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള പല സമകാലികമായ കാര്യങ്ങൾ എടുത്തിട്ട് അങ്ങോട്ട് പിടക്കും. അതുപോലെ പുള്ളിയുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങോട്ട് എഴുതിയാണ്ട് അലക്കിയിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. ടെമ്പോ കയറുന്ന കയറ്റം കണ്ട മറ്റേ പോലെ തന്നെ, മറ്റേലും ഇതേപോലെ തന്നെ ഉണ്ടായിരുന്നു എൻ്റെ ഫസ്റ്റ് പാട്ടിൽ.
ബിജോയ് ഷെട്ടി, കൽമി, നല്ല രസമായിട്ടുണ്ട്. പിന്നെ അത്രക്ക് വലിയ സംഭവം ഒന്നും എല്ലാവരും ജോണറുകാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. മലയാളികൾക്ക് എല്ലാവർക്കും ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. എന്നാലും റാപ്പേഴ്സിന് ഇതൊരു വെല്ലുവിളി തന്നെയാണ് പുള്ളിക്കാരൻ. വേൾഡ് വൈഡിൽ ഇപ്പം അത്യാവശ്യം നല്ല പേരായിട്ട് നിൽക്കണം, നല്ല രീതിയിൽ വർക്ക് ചെയ്യണം, റാപ്പിങ് ചെയ്യണം. ഫോറിനേഴ്സിനെ തന്നെ കടിച്ച് താഴിട്ടുണ്ട്. എന്തോരം ലക്ഷക്കണക്കിന് ഫോറിനേഴ്സ് തന്നെ അതിൻ്റെ ഇടയിൽ കയറി കളിക്കണം എന്ന് പറഞ്ഞാൽ ചെറിയ ചില്ലറ കളിയൊന്നുമല്ല. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഇതൊരു വൻ തിരിച്ചുവരവ്. ഒരു സിനിമക്ക് വർക്ക് ചെയ്യേണ്ട അത്ര ആൾക്കാർ എൻ്റെ അടുത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. എന്താ ഉള്ളത്, കൊള്ളാം. എല്ലാവരും